കോഴിക്കോടൻ ഹൽവ അടിപൊളി രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചികരമായിട്ട് ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പുതിയൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് മൈദ അതിലേക്ക് ഇടുകയാണ്. അതിനൊപ്പം അല്പം വെള്ളം ചേർത്ത് അതിനെ കുഴച്ചെടുക്കാം. നമ്മുടെ മൈദയ്ക്കകത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കലക്കിയിടണം. ഇത് ഒത്തിരി നല്ലവണ്ണം ഡൈല്യൂട്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ വേസ്റ്റ് വരും. അത് നമ്മളിങ്ങനെ മാറ്റണം. നമുക്ക് ഈ മാവ് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കലക്കാം. എന്നിട്ട് അതിൻ്റെ തെളി കൂറാൻ വേണ്ടി നമുക്കൊരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ പുളിക്കാൻ വെച്ചിരുന്നത് പുളിച്ചിട്ടുണ്ടായിരുന്നു. അത് 3 മണിക്കൂറിന് ശേഷം അതിൻ്റെ തെളിവെള്ളം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ വെച്ച് അത് വീണ്ടും പുളിപ്പിക്കാൻ വെച്ചിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ 4 മണിക്കൂർ വെച്ചിരുന്നത് അതിൻ്റെ തെളിവെള്ളം നമ്മളിനി മാറ്റാൻ പോവുകയാണ്. പീസിലേക്ക് നമ്മളതിൻ്റെ തെളിവെള്ളം മാത്രമായിട്ട് ഊറ്റിക്കളയാണ്. കണ്ടില്ലേ, മൈദ അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. ഗ്ലാസ്സിലായിട്ട് ഇത് ഒഴിച്ച് മാറ്റാം. സാധാരണ മൈദ 2 ദിവസം കൊണ്ടാണ് പുളിപ്പിച്ച് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 7 മണിക്കൂറാണ് പുളിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യിടാം. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള 1 കപ്പ് ബൗളാണ് എടുത്തിരിക്കുന്നത് ശർക്കര. അതിലോട്ട് ഇടാം. നമ്മൾ ഈ ഹൽവയ്ക്കുള്ളത് തയ്യാറാക്കുമ്പം അതിന് വേണ്ട കാഷ്യൂ, വെളുത്ത എള്ള്, ഞാൻ അല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്, ഏലക്കപ്പൊടി, പിന്നെ നമ്മുടെ മൈദ ഇപ്പം ഡൈല്യൂട്ട് ചെയ്ത പാല്, ഇതെല്ലാം അടുത്ത് സെറ്റാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. കാരണം ഇത് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതിൻ്റെ കൂട്ട് തെറ്റിപ്പോവും. അപ്പം നല്ല ഫ്ലെയിമിൽ വേണം ഇത്, അതായത് ശർക്കര അലിച്ചെടുക്കാൻ. ഇത് ഫിൽറ്റർ ചെയ്തതായതുകൊണ്ടാണ് നമ്മൾ അരിക്കാത്തത്. ഇനിയിപ്പോൾ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു ട്രേ എടുത്ത് നെയ്യ് പുരട്ടി വയ്ക്കുക. അതിലേക്ക് കാഷ്യൂവും എള്ളും ഈ കാണുന്ന പോലെ ഇട്ട് വയ്ക്കുക. നമുക്ക് നമ്മൾ മൈദയുടെ പാല് റെഡിയാക്കി വെച്ചിരുന്ന അതിനകത്തോട്ട് ചേർക്കാം. നല്ലപോലെ നെയ്യ് ചേർത്ത് അതിൻ്റെ നെയ്യ് പുറത്ത് വരണം. അതിൻ്റെ പരുവം അതാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. പാലും ആ നെയ്യും ശർക്കരയും കൂടെ സെറ്റാകണം. ഇനി അല്പം പാലും കൂടെ നമ്മൾ 2 ഗ്ലാസ്സിലെല്ലാം എടുത്ത് വെച്ചിരുന്നേ, 1 ഗ്ലാസ്സിൽ ഒഴിച്ചു. അടുത്തത് നമുക്ക് ഒന്നുകൂടെ ചേർക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കണം. ഏകദേശം നമ്മുടെ ഹൽവയുടെ പരുവമായി വരുന്നുണ്ട്. നമുക്ക് അല്പം നെയ്യോടെ ചേർക്കാം. നെയ്യാണ് ഇതിനകത്ത് പ്രധാനം. ഈ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വരും. അതാണ് ഇതിൽ പാകമായി എന്നുള്ളതിൻ്റെ പരുവം. നമുക്ക് ഇച്ചിരി എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് കാഷ്യൂവും കൂടെ നമുക്ക്. നെയ്യ് ഇറങ്ങി വരുന്നുണ്ട്. ഇച്ചിരി ഗരം മസാല അത് നമുക്ക് ചേർക്കാം. അല്പം
അല്പം നെയ്യും കൂടെ നമുക്കൊന്ന് തൂവി കൊടുക്കാം. നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ നെയ്യ് മയം കിടക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒരു ബൗളിലോട്ട് തട്ടാം. അടിപൊളി 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 അടിപൊളി. ഈ ബൗളിനകത്തിട്ട് ഇതിനെ ഒന്ന് ഒതുക്കി നല്ല രീതിയിൽ വയ്ക്കാം. നമ്മുടെ കോഴിക്കോടൻ കറുത്ത ഹൽവ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നമുക്കതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതൊന്ന് സെറ്റ് ആവട്ടെ. അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം. 5 മണിക്കൂറിന് ശേഷം നമുക്ക് ഹൽവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കളറായിട്ടുണ്ട്, നല്ല ഷേപ്പും ആയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അല്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് അത് മുറിച്ച് വരുന്നത്. നമുക്കിനി അത് പീസ് ചെയ്തൊന്ന് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും നല്ലൊരു പലഹാരമാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി.